റൂത്ത്. ആമുഖം. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയുമായ റൂത്തിന്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃതിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിച്ചു. റൂത്തിന്റെ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്ത് തന്റെ ഭർത്താവും വിധവയുമായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലത്തേക്ക് തിരിച്ചു പോന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു. അവിടെ അവൾ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി. അതുവഴി അവളുടെ പേര് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിന്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു. ആമുഖത്തിലെ ചോദ്യങ്ങൾ. ഫസ്റ്റ് ചോദ്യം, എന്താണ് അസാധാരണമെന്ന് റൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, യഹൂദ വംശജ അല്ലാത്തവളും മൊവാബിയുമായ റൂത്തിന്റെ പേരിൽ പഴയ നിയമത്തിൽ ഒരു പുസ്തകം അറിയപ്പെടുക എന്നത് അസാധാരണമെന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, റൂത്ത് ഏത് വംശജയാണ്? ഉത്തരം, മൊവാബ്യ. ക്വസ്റ്റ്യൻ നമ്പർ 3, റൂത്ത് ഏത് തരത്തിലുള്ള സ്ത്രീയായിരുന്നു? ഉത്തരം, സുഹൃതിനിയും വിശ്വസ്തയുമായവൾ. ക്വസ്റ്റ്യൻ നമ്പർ 4, സുഹൃതിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ആരാണ് സമർത്ഥമായി അനുഗ്രഹിച്ചത്? ഉത്തരം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 5, റൂത്തിന്റെ ഭർത്താവ് ആരായിരുന്നു? ഉത്തരം, ഒരു ഇസ്രായേൽക്കാരൻ. ക്വസ്റ്റ്യൻ നമ്പർ 6, ആരുടെ കൂടെ എവിടെയാണ് റൂത്ത് താമസിച്ചിരുന്നത്? ഉത്തരം, തന്റെ ഭർത്താവും വിധവയുമായ അമ്മായിയമ്മ നവോമിയുമൊത്ത് മൊവാബിൽ താമസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 7, എവിടെ വെച്ചാണ് റൂത്തിന്റെ ഭർത്താവ് മരിക്കുന്നത്? ഉത്തരം, മൊവാബിൽ താമസിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 8, നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ തിരിച്ച് നവോമിയോടൊപ്പം ജെറുസലേമിലേക്ക് വന്നത് ആരാണ്? ഉത്തരം, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ആരോടൊക്കെ വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് റൂത്ത് നവോമിയോടൊപ്പം ജെറുസലത്തേക്ക് തിരിച്ചു പോന്നത്? ഉത്തരം, തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10, ആരെയാണ് ദൈവം അനുഗ്രഹിച്ചത്? ഉത്തരം, റൂത്തിനെ. ക്വസ്റ്റ്യൻ നമ്പർ 11, എന്തിന് മാതൃക എന്നാണ് റൂത്തിനെ വിളിക്കുന്നത്? ഉത്തരം, വിശ്വസ്തതയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 12, ജെറുസലേമിലെത്തിയ റൂത്ത് ആരുടെ ഭാര്യയായി? ഉത്തരം, തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി. ക്വസ്റ്റ്യൻ നമ്പർ 13, ബോവാസിന്റെ ഭാര്യയാവുക വഴി റൂത്തിന്റെ പേര് എവിടെയെല്ലാം ചേർക്കപ്പെട്ടു? ഉത്തരം, ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 14, എന്തിന്റെ സൂചനയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്? ഉത്തരം, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിന്റെ.